ഹായ് നമസ്കാരം, വെൽക്കം ടു ഡ്രീമി സ്റ്റോറീസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു ന്യൂസ് ഇന്ന് കണ്ടു. തൃശ്ശൂർ കല്യാൺ സിൽക്സിൽ, പാലസ് റോഡിലുള്ള കല്യാൺ സിൽക്സിൽ ഒരു കുർത്ത വാങ്ങിച്ചിട്ട് അത് മാറ്റി വാങ്ങാൻ, സൈസ് കറക്റ്റ് അല്ലാതെ മാറ്റി വാങ്ങാൻ പോയി കസ്റ്റമർ. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ കസ്റ്റമർ കേസ് കൊടുത്തു ഉപഭോക്തൃ കോടതിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ കസ്റ്റമർക്ക് അനുകൂലമായ വിധി വന്നു. ഇന്നും ഞാൻ ഇവിടെ പോത്തീസിലാണ് കൂടുതലും സാരികൾ എടുക്കാറ്. ഇപ്പോൾ ഓൺലൈനാക്കി, മുമ്പൊക്കെ പോത്തീസിലാണ് പോകാറ്. ഞാൻ ഇതുപോലെ അവിടെ നിന്ന് ഒരു കോട്ടൺ സാരി വാങ്ങിയിട്ട് ഒരു മീറ്റിങ്ങിന് പോയി. ഞാനൊരു വൈറ്റ് ബ്ലൗസാണ് വയലറ്റ് സാരി കിട്ടത്. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ കാലിൽ വയലറ്റ് കളറ്, എൻ്റെ ഈ ബ്ലൗസ് ഡാമേജായി, അതിൽ ഫുൾ വയലറ്റ് കളർ പിടിച്ചു. അങ്ങനെ ഞാനൊരു വയലറ്റ് നിറത്തിൽ മുങ്ങിയാണ് ഈവനിങ് തിരിച്ചെത്തുന്നത്. അപ്പം ഞാൻ അത് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ ഓർത്തെങ്കിലും പിന്നെ ഞാൻ ഓർത്തു, ഇവർ സമ്മതിക്കുമോ, എന്താണ് ഇവരത് തിരിച്ചെടുക്കുമോ, എങ്ങനെയാണ് വെച്ചാൽ കുറേ നാളെ ഇപ്പം ഞാനൊക്കെ സാരി എടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ബില്ലൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സഹിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1200 രൂപയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ആ ഒരു റേഞ്ചിലേക്കാണ് സാരികൾ എടുക്കാറ്. അപ്പോൾ അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോത്തീസിൽ നിന്ന് തന്നെ വേറൊരു സാരി വാങ്ങി. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു യെല്ലോ കളർ സാരി കൊടുത്തിട്ട് ഒരു ബ്ലൂ ബ്ലൗസ്. അതും ആ ബ്ലൗസ് പീസ് ഈ സാരിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ബ്ലൗസ് പീസ് മുറിക്കുമ്പോൾ തന്നെ അവിടെ ഒരു നീല കളറൊക്കെ കണ്ടെങ്കിലും സ്റ്റിച്ചിങ്ങിന് അവിടെ കൊടുക്കുന്ന ചേച്ചി പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ നീല ബ്ലൗസൊക്കെ ഇട്ട ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ ഉച്ചയോടെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എൻ്റെ ദേഹമൊക്കെ നീല കളറായി, ആ ബ്ലൗസ് ഇടുന്ന ഭാഗമൊക്കെ നീല കളറായി. അപ്പോൾ അങ്ങനെ പോത്തീസിൽ നിന്ന് 2 അനുഭവം. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സാരി വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആ ബില്ല് പോകും. പിന്നെ നമ്മളത് അവിടെ കൊണ്ട് കൊടുത്താൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പോത്തീസിൽ നിന്ന് സാരി എടുത്തു കഴിഞ്ഞാൽ ഈ ബില്ല് സൂക്ഷിച്ച് വെക്കും. കാരണം ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായതുകൊണ്ട്. പിന്നെ എന്നാൽ ഞാൻ നല്ല സാരികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല സാരികൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതിലും വില കുറഞ്ഞ സാരികൾ വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ചില മെറ്റീരിയലിൻ്റെ ആയിരിക്കാം, എങ്കിലും നമുക്ക് അത്രയും രൂപ നഷ്ടമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുമോ, ഷെയർ ചെയ്യുമോ? അപ്പോൾ ശരി, വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. അതുവരേക്കും ബൈ.